പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവെ, അപ്പോസ്തലന്മാരെ ആത്മാവിനാൽ നയിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നും അതുകൊണ്ടാണ് നിങ്ങളെ ലോകം ദ്വേഷിക്കുന്നതെന്നും ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷികളായി തീരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ വെളിയിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തു നിന്ന് വരുന്ന എല്ലാ അസ്വസ്ഥയും അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ കരുണയാണ്, നിൻ്റെ സ്നേഹമാണ്, നിൻ്റെ ചൈതന്യമാണ്, നിൻ്റെ ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്ന ഉത്തമമായിട്ടുള്ള ബുദ്ധി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ ജ്ഞാനത്താൽ നിറച്ച് ആ ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഒരു തിന്മയും ഏൽക്കാതെ ദൈവപ്രസാദ് നിറഞ്ഞുകൊണ്ട് വരുന്ന സഹനങ്ങളെ അതിജീവിക്കാനുള്ള സഹനശക്തി ഞങ്ങൾക്ക് നൽകണമേ. സഹനത്താൽ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളെ സമർപ്പിക്കും. അതിന് അവർക്ക് സഹിക്കുവാനുള്ള ശക്തി നൽകുകയും അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് നയിക്കുകയും ചെയ്യണം. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണം. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ ശക്തിപ്പെടുത്തണമേ, വചനത്താൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ, വചനത്താൽ അങ്ങയുടെ അരൂപിയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.